ആളിതുവരെ എത്തിയിട്ടില്ല. വെയിറ്റിംഗ് ആണ്. എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാം. വിളിക്കണം. അയാളുടെ ചോര വാർന്ന ഡെഡ് ബോഡി എനിക്ക് കാണണം. कबीर വിളിച്ചോണ്ട് പോ. പേടിക്കാനൊന്നുമില്ല. പ്രഷർ ഇത്തിരി കൂടിയേ ഉള്ളൂ. പെട്ടെന്നുള്ള ഷോക്കിന്റെ കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി. സന്ദർശകരധികം വേണ്ട. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നുമില്ല. ഇതുപോലെ എന്തൊക്കെ കണ്ടിട്ടാ ഈ കാസിം ബാബ ഇവിടെ വരെ എത്തിയത്. അല്ല ഷാഹിദ എവിടെ? മോളെ മോളെ ബാപ്പാക്കൊന്നുമില്ല. നിന്നെ വിളിക്കണം. അയ്യേ കരയ. പാപ്പാക്കൊന്നുമില്ല. നോക്ക് അന്റെ കണ്ണീര് കാണുമ്പോഴേ സങ്കടമുള്ളൂ. ജലപാനം കഴിച്ചിട്ടില്ല ഇതുവരെ.
എന്താ മുത്തേ ഇത്? ചെല്ല്, ചെന്നെന്തെങ്കിലും കഴിക്കും. പ്ലീസ് ഒന്ന് മാറൂ. സാറിന്റെ പ്രതികരണം സർ, പ്ലീസ് സർ. എന്താ പറ്റിയത്? പടച്ചോന്റെ ഹയർ കൊണ്ട് ഒരു പോറല് പോലും പറ്റിയില്ല. ഇവിടെ കിടപ്പ് മുറിയിലുണ്ട്. ഡോക്ടർ പരിശോധിച്ചു പോയേ ഉള്ളൂ. അങ്ങോട്ടിരിക്ക. പഴയ മന്ത്രി കോയ സാഹിബ്, MLA അബ്ദുള്ള കുട്ടി, പിന്നെ നമ്മളെ ഫിലിപ്പോസ് അച്ഛൻ, അവൊക്കെ മുസ്ലിയാര്, വലിയ പള്ളി കാസി ഒക്കെ കാണാൻ വന്നിട്ടുണ്ട്. ഫോണിനാണെങ്കിൽ ഓരോ ഒഴിവില്ല. എന്തിനാണ് കബീർ ഇവരെയൊക്കെ അറിയിച്ചത്? ഞാൻ വിളിച്ചിട്ട് വന്നതല്ല, കേട്ടറിഞ്ഞെത്തിയതാ. പുറത്ത് TV-ക്കാരും വന്നിട്ടുണ്ട്. അവരെ പോലെ അകത്തേക്ക് വിട്ടിട്ടില്ല. നാട്ടുകാരാണെങ്കിൽ കടന്നിൽ കൂടെ ഇളകിയ പോലെ പുറത്തു കൂടിയിരിക്കുക. ബാബനെ കണ്ടിട്ടേ പോകുന്നും പറഞ്ഞ് നിൽക്കുക. അസ്സലാമു അലൈക്കും. എന്താ ശരിക്കും ഉണ്ടായത്? അതൊന്നും പറയണ്ട എന്റെ കോയ സാഹിബേ. ബദർ യുദ്ധല്ലായിരുന്നോ? ബദർ യുദ്ധം. കുറേശികളും സഹാബികളും തമ്മിൽ. ആരാ ഇതിന്റെ പിന്നിലെന്ന്? പിന്നിലാരായാലും മുന്നിലാ ചെറുപ്പക്കാരൻ ചാടി വീണില്ലായിരുന്നെങ്കിൽ 60-ാം പിറന്നാൾ ആഘോഷിക്കാൻ ഞാൻ ഉണ്ടായില്ലായിരുന്നു. ആരാ അയാള്? കണ്ടാല് നമ്മൾ ഇവിടുത്തെ പാത്തുമില്ലേ, പാത്തും മോന്റെ മാരിണ്ട്. അരച്ചാണയുള്ളെങ്കിലും ആള് ജാക്കിച്ചാണ. എന്താ ഓന്റെ ഫൈറ്റ്? പടച്ചോൻ അയച്ചതാവനെ എന്റെ ആയുസ് കാക്കാൻ. എന്നിട്ട് അയാൾ എവിടെ? സിക്കന്ദർ അബൂട്ടിയും കൂടി ബന്ധോസായിട്ട് ആസ്പത്രി കൊണ്ടുപോയിട്ടുണ്ട്. നബിയെ കാത്ത മുസബിബിനു പറഞ്ഞ പോലെ എനിക്ക് ആരെ വന്ന വെട്ടൊക്കെ തടുത്ത് ഒരുപാട് ചോരൊഴിക്കുവാൻ